വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് നിയമസഭയിൽ ചർച്ച ചെയ്തതിന് തടയിട്ട് ഭരണപക്ഷം. പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് പോലും അനുമതിയില്ല. പാസ്സാകാത്ത ബജറ്റിലെ നിർദ്ദേശത്തെക്കുറിച്ച് അടിയന്തര പ്രമേയം പാടില്ല എന്ന മുൻകാല റൂളിംഗാണ് ഇക്കാര്യത്തിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചൂണ്ടിക്കാട്ടിയത്. അനുമതി നിഷേധിച്ചതോടെ നടുത്തളത്തിലിറങ്ങി പ്രതിപക്ഷം പ്രതിഷേധിച്ചു. പിന്നാലെ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സഭയിൽ സർക്കാരിനെതിരെ ഗുരുതര അഴിമതി ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് ഉയർത്തിയത്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് സ്വകാര്യ മദ്യക്കമ്പനിക്ക് ലാഭം ഉണ്ടാക്കാനുള്ള ശ്രമമാണെന്ന് പിണറായി വിജയൻ പറഞ്ഞു. എല്ലാം ബക്കാടിക്ക് വേണ്ടിയുള്ള നീക്കമാണ്, യുവാക്കളെയും വിദ്യാർത്ഥികളെയും ലഹരിയിലേക്ക് തള്ളിവിടുന്ന വിഷയമെന്നും പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. നാം കാണേണ്ടത് 251% നിലവിലുള്ള നികുതി, അതാണ് 120%ആക്കി കുറക്കുന്നത്. സർ, 131% കുറവ്. സർ, എന്തിനു വേണ്ടിയാണിത്? ആർക്കു വേണ്ടിയാണിത്? നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാർക്ക് ഇതുകൊണ്ട് എന്താണ് ഗുണം? സാധാരണ ജനങ്ങൾക്ക് എന്താണ് ഗുണം? സർ, അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്കോ മനുഷ്യർക്കോ വേണ്ടിയുള്ള ഒന്നല്ല ഈ വന്നിട്ടുള്ള നിർദ്ദേശം. അപ്പോൾ ഇതിൻ്റെ ഗുണഭോക്താവ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കർണാടകയിലെ ഒരു മദ്യ കമ്പനിയാണ്. ഇവിടെയാണ് പ്രശ്നം സർ, ഇവിടെയാണ് പ്രശ്നം. അഴിമതി ആരോപണമുള്ള പ്രതിപക്ഷ നേതാവിന്റെ വാക്കൌട്ട് പ്രസംഗം സഭാ ടിവിയിൽ നിന്ന് നീക്കം ചെയ്തു. അർജുൻ രാജുവിന്റെ വിശദാംശങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്നും. അർജുൻ, ഈ ആരോപണം ബക്കാടി ഉയർത്തിയാണ് സഭയിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് പ്രസംഗം നടത്തിയത്. ആ പ്രസംഗം സഭാ ടിവിയിൽ നിന്ന് നീക്കം ചെയ്യുകയാണ് ചെയ്തത്. ചരിത്രത്തിലില്ലാത്ത വിധം ഇത്തരത്തിലുള്ള നടപടി കാണുമ്പോൾ തന്നെ സംശയം കൂടുതൽ ബലപ്പെടുകയാണെന്നാണ് പ്രതിപക്ഷം ഒന്നടങ്കം പറയുന്നത്. എന്തായിരുന്നു സഭയിലെ കാഴ്ചകൾ? അരുണ്യ, വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി ഇളവ് അത് സർക്കാരിനെയും UDF-നെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കുന്ന ഘട്ടം കൂടിയാണ്. ആ വിഷയമാണ് ഇന്ന് നിയമസഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം ശ്രമിച്ചത്. പക്ഷേ ബജറ്റിന്മേലുള്ള ഒരു നിർദ്ദേശം, അത് ബജറ്റ് പാസ്സാക്കുന്നതിന് മുൻപ് ചർച്ച ചെയ്യാൻ കഴിയില്ല, അടിയന്തര പ്രമേയ നോട്ടീസ് പരിഗണിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് സ്പീക്കർ സ്വീകരിച്ചത്. വലിയ പ്രതിഷേധം അതിനെ തുടർന്ന് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. സ്പീക്കറുടെ ഡയസിന് മുന്നിൽ എത്തി പ്രതിഷേധിക്കുന്ന നിലയിലേക്ക് പ്രതിപക്ഷം മാറി. അതിനുശേഷമുള്ള ഇറങ്ങിപ്പോകുമ്പോഴുള്ള വാക്കൌട്ട് പ്രസംഗത്തിലാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അഴിമതി ആരോപണം ഉന്നയിച്ചത്. ഈ നികുതി ഇളവ് തന്നെ ബക്കാടി കമ്പനിക്ക് വേണ്ടിയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഇതിന് പിന്നിൽ അഴിമതിയുടെ നീക്കമാണ് എന്നുള്ള ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത്. ആ ഘട്ടത്തിൽ തന്നെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രി VD സതീശനും ഇടപെട്ടു. വാക്കൌട്ട് പ്രസംഗത്തിൽ ഇത്തരത്തിലുള്ള അഴിമതി ആരോപണം ഉന്നയിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടാണ് രണ്ടു കൂട്ടരും സ്വീകരിച്ചത്. അതുകൊണ്ട് ഈ ആരോപണം സഭാരേഖകളിൽ നിന്ന് നീക്കണം എന്നുള്ള ആവശ്യമാണ് രമേശ് ചെന്നിത്തലയും VD സതീശനും പറഞ്ഞത്. അത് സ്പീക്കർ അംഗീകരിക്കുകയാണ് ഉണ്ടായത്. തൊട്ട് പിന്നാലെ തന്നെ സഭാ ടിവിയിൽ നിന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ ആ പരാമർശം, അഴിമതി ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള പരാമർശം നീക്കം ചെയ്തു. സഭാരേഖകളിൽ നിന്നും നീക്കം ചെയ്യാനുള്ള നിർദ്ദേശം ഉണ്ടായി. അതിനുശേഷം പ്രതിപക്ഷം ഇറങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. സഭയ്ക്ക് പുറത്തും വിഷയം സജീവമായി തന്നെ ചർച്ചയാക്കാനാണ് പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുള്ളത്. അർജുൻ രാജാണ് വിവരങ്ങൾ നൽകിയത്.